രണ്ടു ഓലക്കിലോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇതൊരു ടെറർ അറ്റാക്കാണ്. ഈ ടെറർ അറ്റാക്കിന്റെ മോട്ടീവ് എന്താണ്? അതിനകത്തൊരു മതം തന്നെയാണ്, അതിനകത്തൊരു റിലീജിയൻ അവിടെ ഉണ്ട്. ഓഹോ, അങ്ങനെയാണല്ലേ? ഇവിടെ നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് മാത്രമേ പറയാൻ ഇത് സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായതുകൊണ്ടാണ് ഇത് ഉണ്ടായത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ബാക്കിയുള്ളതൊക്കെ വേറെ നമ്മളിവിടെ പറയേണ്ടതായിട്ടുള്ള ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു രീതി അത് നമുക്ക് അനുവദിക്കാം. ഇത് ഭീകരവാദത്തിന് കൂട്ടു നിൽക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയുള്ളൂ. ടീമിന് എന്റെ കൈ കിട്ടി ഞാടി നല്ല ഇടിയിടിക്കും. എന്താണ് നിങ്ങൾ അതിനകത്ത് ഉള്ള നിലപാടെന്ന് നിങ്ങൾ പറയണം. അതല്ലാതെ ഇത് വെറുതെ കാടടച്ച് വെടിവെച്ചുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. വിഷയങ്ങൾ വിഷയാധിഷ്ഠിതമായിട്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ ആർട്ടിക്കിൾ 370 സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവണം. മോദി ഗവൺമെന്റ് വന്നു, ഇതിന് ശേഷം ഇതിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ പരോക്ഷമായിട്ട് അത് സമ്മതിക്കുകയാണ്. നേരത്തെ അത് പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. ഈ പറയുന്ന സുരക്ഷാ വീഴ്ച ഒരു ഘടകമാണ്. പക്ഷെ അതിനെ മറപിടിച്ച് ഈ തീവ്രവാദത്തെയും ഈ തീവ്രവാദത്തിന്റെ പിന്നിലുള്ള മതത്തെയും അതിനെയൊക്കെ അങ്ങ് വെളുപ്പിക്കാം എന്നും കൂടി ഉദ്ദേശിച്ചാൽ അത് ഇവിടെ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് നമ്മളെ പോലെ തന്നെ നമ്മളെക്കാൾ വിഷമമുണ്ട് ഈ വിഷയത്തിൽ. കാര്യം അവരാണ് മുൾമുനയിൽ നിൽക്കുന്നത്, അവരാണ് ചോദ്യശരത്തിന് നിൽക്കുന്നത്. ഒരു മുസ്ലിം മനസ്സ് ചെയ്യുന്നത് അവർക്ക് അരക്ഷിത ബോധം തോന്നുന്നതുകൊണ്ടാണ്. അതായത് ഇതിന്റെ എല്ലാം പിന്നിൽ മുസ്ലിമും മുസ്ലിമിന്റെ ആൾക്കാരും അവരുടെ കിതാബുമാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ ആ ഇൻസെക്യൂരിറ്റിയിൽ ഡിഫൻസ് എടുക്കുന്നതാണ്. നിങ്ങൾ എന്ത് വിവരക്കാനാണ് ഈ പറയുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണ മുസ്ലിങ്ങൾ അവർക്ക് ഒന്നാമത് ഇസ്ലാമോഫോബിയ വളരുന്നുണ്ട്, ഇൻസെക്യൂരിറ്റി ഉണ്ട്. അവർ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാകുന്നു. അവരിൽ ഒരു തീവ്ര വിഭാഗം വരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഈ വേദനയിൽ നിന്ന് അവർ ഡിഫൻസ് എടുക്കുക. ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കേണ്ടത്. യെസ്, രണ്ട് കാര്യമാണ്. നമ്മളിവിടെ പറഞ്ഞത് മുസ്ലിങ്ങളെ കുറിച്ചല്ല, ജിഹാദികളെ കുറിച്ചാണ് പറഞ്ഞത്. ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നു എന്ന് പറയുന്നത്? ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ. ഇവിടെ സംഘികൾക്കെതിരെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. അത് വിചാരിച്ചിട്ട് അതങ്ങനെ പറയരുതെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. എന്തിനാ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജിഹാദികളെ പറയേണ്ടടുത്ത് ജിഹാദികളെ പറയണം. 100% ഞാൻ യോജിക്കുന്നു. അവിടെ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കുന്ന ആ ഇരട്ടത്താപ്പിന് എന്നെ കിട്ടില്ല. ഇതിൽ മതമുണ്ടോ? മതമുണ്ട്. ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യമാണ്, ഹദീസിലുള്ള കാര്യമാണ്. രാഹുൽ ഈശ്വർ അത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ അത് ഞാൻ പറയട്ടെ മര്യാദ കാണിക്കും. അസഹിഷ്ണുതയാവുന്നത് ഉള്ള കാര്യം പറയുമ്പോൾ കിടന്ന് തിളയ്ക്കുന്നതിനാണ്. ഉള്ള കാര്യം പറയുമ്പോൾ കിടന്ന് തിളയ്ക്കേണ്ട ഒരു കാര്യമില്ല. ഇത് ഒഴിഞ്ഞ ചെണ്ടയാകുമ്പോഴാണ് ഇതുപോലെ ഒച്ച ഉണ്ടാക്കേണ്ടി വരുന്നത്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യമാണ്. ഇവിടെ ആഗോളതലത്തിൽ ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് വരുമ്പോൾ അതിനകത്ത് ടോപ്പ് ടെറർ ഇൻഡെക്സ് അതിന്റെ അറ്റാക്സിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 20 എണ്ണം ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ്. ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 50 ടെറർ ഓർഗനൈസേഷൻസ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 50ഉം 100ഉം അത് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് തന്നെയാണ്. ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് ഇസ്ലാമിന്റെ ഡോക്ട്രിൻസ് തന്നെയാണ്. പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് അവിടെയുള്ള ഹിന്ദുക്കളെ കൊന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ അതവർ ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഏതാണ്ട് 15% വരെ ഉണ്ടായിരുന്ന അവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ ഇന്ന് കേവലം 1.6%. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി അജ്മേർ പള്ളിക്ക് ഈ പട്ടു കൊടുത്തു വിടുമോ? പ്രധാനമന്ത്രി അടക്കം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈദിന് തന്റെ സുഹൃത്തായ അബ്ബാസിന്റെ വീട്ടിൽ നിന്നാണ് താൻ ആഹാരം തന്റെ വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് പറയുമോ? അവരൊന്നും തീവ്രവാദികളല്ല. തീവ്രവാദികളെ കുറിച്ച് പറയുമ്പോൾ സാധാരണ മുസ്ലിങ്ങളെ പൊക്കിക്കൊണ്ട് വരല്ലേ? ആ ഉടായ്പ നിർത്തൂ. തീവ്രവാദികളെ കുറിച്ച് പറ, മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോ മുസ്ലിങ്ങളെ കുറിച്ച് പറ. ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴക്കരുത്. ആ കൂട്ടിക്കുഴക്കൽ നിർത്തൂ. നിങ്ങൾ ഉടായ്പ നിർത്തൂ. ഇത് വെറും വേസ്റ്റ്. അങ്ങനെയാണെങ്കിൽ രാഹുലിനോട് എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ബംഗാളിൽ വഖഫ് ബില്ലിന്റെ പേരിൽ മുർഷിദാബാദിലൊക്കെ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്യുമ്പോൾ ഇവിടെ ആരും കണ്ണീരൊഴുക്കുന്ന കണ്ടില്ലല്ലോ രാഹുലെ. എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ച് പറ.
രാഹുൽ എഴുന്നേറ്റൊന്ന് പറയാമായിരുന്നില്ലേ? ഇവിടുത്തെ മുസ്ലിം ലീഗിനോട് പറയാമായിരുന്നില്ലേ? നിങ്ങൾ സംസാരിക്കണം. ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവർ എന്തേ മുർഷിദാബാദിനെ പറ്റി മിണ്ടാത്തത്? ഇനിയും ചോദിക്കും ഞങ്ങൾ ഒരു നാണോ മാനോ ഇല്ലാത്ത മഞ്ജുഷ് ഒരു 30 സെക്കൻഡ് തരും. ഗോപാലകൃഷ്ണൻ ഫ്ലാഷ് ബാക്ക്. അഭിലാഷേ 30 സെക്കൻഡ് തരൂ, കഷ്ടമാണിത്. ഇവിടെ നിയാസ് ഇന്ന് വെള്ളിയാഴ്ച എന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ ഞാൻ പൊടുന്നനെ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്തു. സാധാരണ ഇത് വെള്ളിയാഴ്ച ഞാൻ ബോംബ് ബ്ലാസ്റ്റ് ഡേ എന്നാണ് വിളിക്കാറ്. ബോംബ് ബ്ലാസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കി. എന്റെ സമാധാനം പോയോ? അവിടെ പാകിസ്ഥാനിൽ ഇന്നും അവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. 5 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് അവിടെ നടക്കും. നീ എന്താ ഇവിടെ? പിക്നിക്ക് വന്നതാ, ഒളിവിലാടാ. ഇവിടുത്തെ നാട്ടുകാർക്ക് എന്റെ വ്യക്തിപരമായ പേര് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.